അപ്പോൾ കൃത്യമായ ഒരു അജണ്ടയോടെ തന്നെയാണ് പിണറായി വിജയൻ സർക്കാർ ഈ അയ്യപ്പ മഹാസംഗമം നടത്താൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ളത്. എന്തായാലും കേരളത്തിലെ അയ്യപ്പ ഭക്തർ അതിന് ഈ അടുത്ത സമയത്ത് തന്നെ എത്ര കോടി കടമെടുത്തിട്ടുണ്ട്. ഇന്ന് വൈറ്റ് കിടക്കുന്ന കുഞ്ഞു വരെ ലക്ഷക്കണക്കിന് ബാധ്യസ്ഥരാണ്. ഒരു നിലയ്ക്കും വിശ്വാസമുള്ള ഒരാൾക്കും ഇവരിൽ വിശ്വസിക്കാൻ തയ്യാറാവുമെന്ന് വിചാരിക്കുന്നില്ല. 2025 ഏറ്റവും വലിയൊരു തമാശയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. മറ്റൊന്നുമല്ല, നിരീശ്വരവാദികളായ CPM-കാർ ശബരിമലയിൽ അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിലെ ഉദ്ദേശം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. കാരണം മുൻവർഷങ്ങളിൽ അല്ലെങ്കിൽ ഇതിന് മുന്നേ ഒരു സമയത്ത് നടന്ന വലിയൊരു പ്രശ്നം, അതായത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിക്കൊണ്ടുണ്ടായ ഒരു വലിയ പ്രശ്നം നമ്മളെല്ലാവരും അഭിമുഖീകരിച്ചതാണ്. അതിനോട് പലരും, നമ്മളെല്ലാം ഹിന്ദുക്കളായ പലരും അമർഷം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഹിന്ദു വിശ്വാസങ്ങളെ തച്ചുടയ്ക്കുന്ന, തകർക്കുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള പെരുമാറ്റങ്ങളും ഇപ്പോഴത്തെ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇത് ഇത്രയും അതായത് ഹിന്ദുക്കളോടുള്ള ഇത്രയും അവഗണനകളും അല്ലെങ്കിൽ പ്രശ്നങ്ങളും എല്ലാം സൃഷ്ടിച്ച അതേ പാർട്ടിക്കാർ തന്നെ ഇപ്പോൾ ശബരിമലയിൽ അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കുമ്പോൾ അതിന് പിന്നിലുള്ള ലക്ഷ്യം എന്താണെന്നുള്ളത് ഒരു സാമാന്യം ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും. വികസനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിൽ നിന്നും അടുത്തത് എന്താണ് പറയേണ്ടത് അറിയാമല്ലോ. അതിൽ നിന്നും അടുത്ത് ഇനി ഒരു കൈയിട്ട് വാറലോ അല്ലെങ്കിൽ അതിൽ നിന്നൊരു പ്രശ്നം, അത് തന്നെയാണ് ഇവരും ഉദ്ദേശിക്കുന്നത്. അതായത് ശബരിമലയിൽ ഇനിയും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അവിടെ നിന്ന് എന്തെങ്കിലും നേട്ടങ്ങൾ അവർക്ക് സ്വന്തമായിട്ടൊരു നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പാർട്ടിയുടെ ലക്ഷ്യം. ഇതിനെക്കുറിച്ച് സാധാരണക്കാരുടെ മറുപടി എന്താണെന്ന് നമുക്ക് നോക്കാം. സത്യം പറഞ്ഞ ഇവർക്ക് എന്തായാലും കാര്യം, അതെ, കേരളം ഭരിക്കുന്ന നാസ്തികരായിട്ടുള്ള ഈ മുഖ്യമന്ത്രിക്ക് എന്തായാലും കാര്യം, അത് വിശ്വാസത്തിന്റെ ഭാഗമല്ല. ഹിന്ദു സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രങ്ങളിൽ ഒന്നാണ് ശബരിമല. ഇവർ ക്ഷേത്രങ്ങൾ മുഴുവൻ പൊളിച്ചു കളഞ്ഞ കപ്പ നടാൻ പറഞ്ഞ ഈ സംസ്കാരം കൊണ്ട് നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താ അവിടെ കാര്യം? അതിന്റെ അർത്ഥം ഇതിനെ തച്ചുടയ്ക്കണം, ഈ സംവിധാനങ്ങളെ മുഴുവൻ തകർക്കണം, ഹിന്ദുവിന്റെ ഐക്യത്തിന് ഇല്ലാണ്ടാക്കണം. അതിന് കൂട്ടുപിടിച്ചത് സ്റ്റാലിനും സ്റ്റാലിൻ്റെ മകനും സനാതന ധർമ്മത്തിനെ എത്രമാത്രം അധിക്ഷേപിച്ചിട്ടുള്ള ആളുകളാണ്. അവരുടെ ഉദ്ദേശം ഒന്നുമില്ല. ഭാരതത്തിൻ്റെ സനാതന ധർമ്മത്തിൻ്റെ മൂമെൻറ്റ്സ് വലിയൊരു വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഭാരതത്തിലും ലോകം എമ്പാടും. അതിൽ കണ്ട് വിരളി പൂണ്ടിട്ട് ഈ കേരളത്തിൻ്റെ ചെറിയൊരു മൂലയിൽ കിടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിചാരിച്ച് എന്ത് നടക്കാനാണ്? സനാതന ധർമ്മത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവർ ആനപ്പുറത്ത് ആന പോണുകൊണ്ട് പട്ടി കുരയ്ക്കാറില്ലേ, അങ്ങനത്തെ കുര മാത്രമായിട്ട് കണ്ടാൽ മതി. ഇതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അയാളെ പൊറോട്ട് നാടകങ്ങൾക്ക് അധിക കാലം ആയുസുണ്ടാവില്ല. ഭക്തന്മാരിടുന്നതായുള്ള കാണിക്കയിൽ നിന്നിട്ടല്ല അവിടെ ഉയർച്ച സംഭവിക്കുന്നത്. പിന്നെ എന്താണ് സ്റ്റേറ്റിന്റെ ഡ്യൂട്ടി? സ്റ്റേറ്റിന് എന്താ അതിൻ്റെ ഉള്ളിൽ റോള്? എന്തെങ്കിലും റോളുണ്ട? ഒരു റോളും ഇല്ല. ഫണ്ട് മുഴുവൻ ഹൈന്ദവ വിശ്വാസികളുടെ ഫണ്ടാണ് അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത്. പിന്നെ സ്റ്റേറ്റ് ഒരു ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനത്തിന്റെ പുറത്ത് അതിനെ കൺട്രോൾ ചെയ്യേണ്ടത് നമ്മുടെ പണം തന്നെയല്ലേ ഇത്. സ്റ്റേറ്റ് എന്തായാലും കോൺട്രിബ്യൂട്ട് ചെയ്യണം. കക്കാനല്ലേ അത് മെയിൻ അജണ്ട. ഒരു പ്രൊജക്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ കക്കാന്നാണ് അവർ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പല തരികട പരിപാടികൾ ഒപ്പിച്ചുകൊണ്ടിരിക്കും. അത് അവരുടെ മുഖമുദ്രയാണ്, അവർ ജീനിലുള്ളതാണ് കക്ക എന്നുള്ളത്. അതിന് എവിടെ ഈശ്വരൻ്റെ മുതലൊന്നുമില്ല. എങ്ങനെ കിട്ടും അതിന് മുഴുവൻ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കും. അത് തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമലനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബിന്ദു അമ്മിണിമാരെയൊക്കെ കയറ്റിക്കൊണ്ട് അവിടുത്തെ വിശ്വാസത്തിനെ വ്രണപ്പെടുത്തിയ ആളുകളാണ് ഇപ്പോൾ അയ്യപ്പ മഹാസംഗമം നടത്താൻ പോകുന്നത്. അപ്പോൾ ഈ സംഗമം ബിന്ദു അമ്മിണിമാരെ പോലെയുള്ള ആളുകൾക്കുള്ള സംഗമമാണോ എന്നാണ് സംശയിക്കേണ്ടതായിട്ടുള്ളത്. 2018 പ്രളയത്തിന് ശേഷം അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ പമ്പ തൊട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നും തന്നെ ചെയ്യാത്ത ഒരു ഗവൺമെൻറ്റാണ് ഈ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്. ഇന്നും വിശ്വാസങ്ങളൊക്കെ തച്ചുടച്ച ആളുകളാണ്. പിന്നെ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ശബരിമല പ്രക്ഷോഭത്തിലേറ്റ തിരിച്ചടി മുന്നിൽ കണ്ടുകൊണ്ട് അവരിൽ നിന്നുള്ള ആളുകൾ ചോർന്നു പോയ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതുതന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ അതിനെ ഒന്ന് പൊടി തട്ടിയെടുത്ത് വിശ്വാസികളുടെ മേലെ കയറാൻ പറ്റുമോ എന്ന് നോക്കാനുള്ള ഒരു പരിപാടിയാണിത്. ഒരു നിലയ്ക്കും വിശ്വാസമുള്ള ഒരാൾക്കും ഇവരിൽ വിശ്വസിക്കാൻ തയ്യാറാവുമെന്ന് വിചാരിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നൽകാത്ത ഒരു അയ്യപ്പ മഹാസംഗമം നൽകിയിട്ട് നടത്തി ഈ പരിപാടികൾ ചെയ്തിട്ട് വലിയ കാര്യമില്ലല്ലോ. അത് തന്നെയാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. പിന്നെ പറയുന്ന ഇത്തരത്തിൽ വിശ്വാസികളല്ലാത്ത ബിന്ദു അമ്മിണിമാരെ പോലുള്ള ആളുകളെ കൊണ്ടുവന്ന് സംഗമം നടത്താം. ഇപ്പോൾ സ്റ്റാലിനെ പോലുള്ള ആളുകളെയാണ് ഇതിനു വേണ്ടിയിട്ട് ക്ഷണിച്ചിട്ട് ഉള്ളത്. എന്നുവെച്ചാൽ വിശ്വാസികളായിട്ടുള്ള എത്രയോ ആളുകളുണ്ട്, സാംസ്കാരിക നായകന്മാരുണ്ട്.
അല്ലെങ്കിൽ കലാപ്രവർത്തകരുണ്ട്, അവരൊന്നല്ല ഇതിനു വേണ്ടി ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ കൃത്യമായ ഒരു അജണ്ടയോടെ തന്നെയാണ് പിണറായി വിജയൻ സർക്കാർ ഈ അയ്യപ്പ മഹാസംഗമം നടത്താൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ളത്. എന്തായാലും കേരളത്തിലെ അയ്യപ്പ ഭക്തർ അതിന് ഉച്ചത്തോടെ തള്ളുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഉറപ്പാണത്. അത്രയേ ഉള്ളൂ. മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്, ഞാൻ ഒറിജിനൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനായിരുന്നു. ചുമന്ന പൊട്ടുപോലും ഇടാൻ പാടില്ല അന്നത്തെ കാലം. എനിക്കിപ്പോൾ വയസ്സ് 82 അപ്പോൾ അവർ ചെയ്യാൻ പോകുന്നൊന്നും ഗുണമല്ല. അതിനേക്കാൾ ഉപരിയായിട്ട് കാലാകാലങ്ങളായിട്ട് കാലവർഷങ്ങളായിട്ടും ഉടലെടുത്ത കാലം മുതൽ സ്ത്രീ പ്രവേശനം എന്ന് പറയുന്ന കാര്യം ഇല്ലാത്ത ഒരു സ്ഥാനമാണ്. ഈ പിണറായി സർക്കാരാണ് കൊണ്ടുവന്ന് ആ കാര്യം തെറ്റായ മാർഗം കാണിച്ചത്. അതൊരു അയ്യപ്പ ഈശ്വര വിശ്വാസത്തോടു കൂടി എതിർ ഭാഗം കാണിക്കുന്ന ഒരു വൃത്തി. കാരണം അവർ നിരീശ്വരവാദികളാണ്. അതെ, അമ്പലത്തിൽ പോലും കയറരുതെന്ന് പറയുന്നതാണ്. അവർ വിളക്ക് എത്തിക്കുന്നവർ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്. അപ്പൊ അവർ കാണിക്കുന്നതൊന്നും അത്ര വേറെ എന്തെങ്കിലും ദുരുദ്ദേശമല്ലേ കാണുന്നത്? ആ ദുരുദ്ദേശത്തോടു കൂടിയുള്ള പ്രവർത്തനമായി ചെയ്യുന്നതൊക്കെ അതിനുവേണ്ടി ആൾക്കാരെ സജ്ജീകരിച്ചിട്ടും കാണും. അതാണ് എൻ്റെ ഉദ്ദേശം. അടുത്ത തെരഞ്ഞെടുപ്പിനെയും കൂടെ ലക്ഷ്യം വെച്ചിട്ട് തെരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നടന്നാൽ കൊള്ളാം. കാരണം ഇവിടെ പ്രവർത്തനം മുഴുവൻ അതല്ലേ. അതെ, ഇപ്പൊ തന്നെ ആൾക്കാരെ ഇവിടെ കൂട്ടേണ്ട കാര്യമുണ്ടോ? അതെ. ഈ അടുത്ത സമയത്ത് തന്നെ എത്ര കോടി കടമെടുത്തിട്ടുണ്ട്. ഇന്ന് വൈകി കിടക്കുന്ന കുഞ്ഞു വരെ ലക്ഷക്കണക്കിന് ബാധ്യസ്ഥരാണ് ഞാൻ എടുത്തിട്ടുള്ള. അപ്പൊ അയാൾ കാണിക്കുന്നൊന്നും, ഈ പിണറായി സർക്കാർ കാണിക്കുന്നൊന്നും നല്ല വഴിക്കുള്ള പ്രവർത്തനമല്ല. സാധാരണക്കാരെ ബുദ്ധിമുട്ടിൽ നിന്ന് അതിബുദ്ധിമുട്ടിലേക്ക് കാട്ടിക്കുന്നത്. കാരണം ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ വരെ ബാധ്യത വരുത്തി എടുക്കുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഗവൺമെന്റ് ഇപ്പോഴത്തെ പിണറായി സർക്കാരിന്റെ ഉദ്ദേശം. ശബരിമലയിലെ അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് അവരിപ്പോൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇതിന് മുമ്പ് അവർ വേറൊരു പരിപാടി നടത്തിയായിരുന്നു, കുറേ പെണ്ണുങ്ങളെ കയറ്റാൻ വേണ്ടി. അത് അസാധുവായിപ്പോയി. ഇതിപ്പോൾ അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞിട്ട് നടത്തുന്നത് വീണ്ടും അവിടെ പാർട്ടി നോമികളെ കയറ്റി അവിടെ വീണ്ടും ഞങ്ങൾക്ക് വനിതകളെ കയറ്റാനുള്ള ഒരു പരിശ്രമമായിരിക്കും അവർ നടക്കുന്നത്. പക്ഷേ അത് ഹിന്ദു സമൂഹം ഒന്നിച്ച് ഇതിനെ എതിർക്കും, അതിൽ യാതൊരു സംശയവുമില്ല.